നമ്മളിപ്പോൾ കാണുന്നത് ഓൺലൈൻ പാപ്പരാസികളുടെ ലൈഫാണ്. ഈ പാപ്പരാസികളെ പൂർണ്ണമായിട്ടും സെലിബ്രിറ്റികൾ ഒഴിവാക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പാപ്പരാസികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. ഒരു ഉദ്ഘാടനത്തിന് മാത്രമായി ഇപ്പോൾ സമീപകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു നടി ഏതോ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഒന്ന് തിരിയൂ എന്ന് പറയുമ്പോൾ അവരെ പിൻഭാഗം കാണിച്ചു കൊടുക്കുകയാണ്, എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതായത് തന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഈ പാപ്പരാസികൾ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ അതേസമയം ഇത് വലിയ തോതിലുള്ള മെൻ്റൽ ട്രോമയായി മാറുന്ന സെലിബ്രിറ്റികളും ഉണ്ടാകും. അവർ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് പല രീതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു തിയേറ്ററുകളിലേക്ക് അല്ലെങ്കിൽ ഫംഗ്ഷനോ ഒരു സിനിമാ താരം ഒരു സ്ത്രീയാണെങ്കിൽ ക്യാമറ ഹൈ ആംഗിളിലായിരിക്കും. ഈ ക്യാമറയുടെ ഒരു പ്രശ്നം നമ്മൾ ജേർണലിസം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊരു മെയിൽ ഗേസ് ഉണ്ട്. ക്യാമറ പുരുഷനാണ്. ക്യാമറയുടെ ഏത് ആംഗിളിലും അത് സ്ത്രീകളെ നോക്കുന്നത് പുരുഷൻ നോക്കുന്ന പോലെയാണെന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഇവരെപ്പോഴും ഹൈ ആംഗിളിലേക്ക് ക്യാമറ പിടിക്കും. അപ്പോൾ ഇവരുടെ ശരീരത്തിലേക്കാണ് അവരത് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു തലക്കെട്ട് അവർ കൊടുക്കും. ആ തലക്കെട്ട് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും ഫേസ്ബുക്കും ഒക്കെ മോണിറ്റൈസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇത്തരം കണ്ടൻറ്റുകൾ അവരുടെ അൽഗരിതം തന്നെ നമ്മൾ ഫോളോ ചെയ്യാതെ തന്നെ ഇത്തരം പേജുകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്, നമ്മളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മുമ്പ് ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഈ പാപ്പരാസികൾ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം ഇനി എങ്ങനെയാണ് വരാൻ പോകുന്നുള്ളത് ചില ആത്മഹത്യകളിലോ മറ്റെന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് അത് പുറത്തേക്ക് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് മുതിർന്ന ആളുകളെ മാത്രമല്ല, ബാലതാരങ്ങളെ പോലും, അതായത് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയാവുന്ന തരത്തിലുള്ള രീതിയിലുള്ള കണ്ടൻറ്റ് പോലും പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ആ രീതിയിൽ പോലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നിയമം മൂലം റെഗുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഈ ഹേറ്റ് സ്പീച്ച് മാതിരിയാണിത്.